ചില വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ആരോടെങ്കിലും തുറന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത സമാധാനം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. സങ്കടം ഒരു വിധേന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വിഷമങ്ങളൊക്കെ നിങ്ങളിലേക്കൂടി ഒന്ന് എത്തിക്കുമ്പോൾ മനസ്സിന് കുറച്ചെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു, കഴിഞ്ഞ ദിവസം എൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് കൊടുത്തു. എനിക്ക് മാസങ്ങളുടെ കഷ്ടപ്പാടാണ്. മാസങ്ങളായി ഞാൻ ഉറക്കൊഴിഞ്ഞ് ചിത്രം വരച്ച് അതിൽ നിന്നും കിട്ടിയ വരുമാനത്തിലാണ് ഞാൻ ആ വീട് വെച്ച് കൊടുത്തത്. ഹൗസ് വാമിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നം സാധിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമൊന്നുമല്ലായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് കുറേ കല്ലും മുള്ളുകളും നിറഞ്ഞ യാത്രകളിലൂടെയാണ് ഞാൻ ആ സ്വപ്നത്തെ ശരിക്കും യാഥാർത്ഥ്യമാക്കി എടുത്തത്. അന്നത്തെ ഒരു ദിവസം ചെയ്യാൻ വിചാരിച്ചൊരു കാര്യം എനിക്ക് പറ്റാത്തതിൻ്റെ വിഷമം ഇങ്ങനെ മനസ്സിലിങ്ങനെ വിങ്ങി വിങ്ങി വല്ലാത്തൊരവസ്ഥയിലാണ്. പക്ഷെ അത് നിങ്ങളിലേക്കൂടി ഒന്ന് തുറന്നു പറയുമ്പം ഒരു പക്ഷേ കുറച്ചെങ്കിലും എനിക്ക് മനസ്സമാധാനം കിട്ടും. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. അറിയാലോ, ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് വീട് റെഡിയായി, ഫർണിച്ചർ റെഡിയായി, വീട്ടുകാർ റെഡിയായി, ഒരുപാട് സാധനങ്ങൾ. ഉമ്മാക്കുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തു, ഇത്താത്തക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തു, വാപ്പാക്ക് എടുത്തു കൊടുത്തു, മക്കൾക്ക് എടുത്തു കൊടുത്തു, എനിക്കെടുത്തു. ഞാനൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് എടുത്തത്. അതിനോടൊപ്പം ഫാൻസി എല്ലാം എടുത്തു. മക്കളെ, ഞാൻ അതിനോടൊപ്പം ബാറ്റയുടെ ഒരു ചെരുപ്പും എടുത്തു. ബാറ്റയുടെ ചെരുപ്പെടുത്തു എന്ന് പറയാൻ ഗൈസ് 1200 രൂപയുടെ ഒരു ചെരുപ്പ് എടുത്തു ഗൈസ്. എൻ്റെ വള്ളി പോലും പൊട്ടിച്ചില്ല ഗൈസ്. പക്ഷെ എനിക്ക് ഈ ചെരുപ്പിടാൻ സെക്കൻഡ് എനിക്ക് നേരെ കിട്ടിയില്ല ഗൈസ്. ഓട്ടായിരുന്നു. ഞാൻ ചെരുപ്പിട്ടീനോന്ന് ചോദിച്ചാൽ സത്യം പറയാച്ചാൽ ചെരുപ്പിട്ടില്ല. ചളിക്കൊടിയൊക്കെ എൻ്റെ ലഹങ്കയും വലിച്ച് ചെരുപ്പിടാതെ നടക്കേണ്ട ഒരു സാഹചര്യം ഒരു കുട്ടിക്കും ഉണ്ടാവില്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എനിക്കപ്പം. ഉള്ളി സങ്കടം ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടയും തട്ടിയിട്ടേ നാണമുണ്ടോ ഇങ്ങനെ പറയാൻ. എൻ്റെ ഈ വിഷമം ഞാൻ ഇങ്ങനെങ്കിലും ഒന്ന് കാണിക്കട്ടെ ഗൈസ്. ഈ വീഡിയോസിലൊന്നും എൻ്റെ ഈ ചെരുപ്പ് വന്നില്ല ഗൈസ്. ബാറ്റയുടെ 1200 രൂപയുടെ ചെരുപ്പ്. എന്തൊരു വിഷമാണെന്ന് എനിക്കറിയില്ല. പടച്ചോനെ, ജസ്റ്റിനൊക്കെ മതമല്ലല്ലോ, പിന്നെ അങ്ങനെ പടച്ചോനെ വിളിക്കുക എന്നാ വേണ്ട. എന്തൊരവസ്ഥയാണ് എൻ്റെ കർത്താവിനെ ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ആരെ വിളിക്കത്തിൽക്കാലോ. എന്തൊരവസ്ഥയാണ്, സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പോയി മക്കളെ. ഈ ചെരുപ്പിടാൻ പറ്റാത്തതിൽ വളരെ വിഷമം. നിങ്ങളോട് പറഞ്ഞാലെങ്കിലും ഞാൻ എനിക്ക് ചെരുപ്പുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു ബ്ലാക്ക് ഇതാണ് ഞാൻ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടോ വൈക്കായ ഒരു ബ്ലാക്ക്. ഒരു വലിയൊരു ഫങ്ഷൻ ഉണ്ടായിട്ട് നല്ല ഡ്രസ്സും ഇട്ട് ഓർണമെൻറ്റ്സും ഇട്ട് ബാളയിട്ട് മാലയിട്ട് ചെരുപ്പിടാൻ പറ്റാത്ത ഒരേ ഒരു മനുഷ്യൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനേ അവിടെ ചെരുപ്പിടാത്തുള്ളൂ. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങോട്ട് പോരാൻ പെട്ടിയും കിടക്കുകയും പ്രമാണമൊക്കെ എടുത്ത സമയത്ത് മോനും കൊണ്ട് ചെരുപ്പ് കൊണ്ട് കൊണ്ടുവച്ചു. ഞാൻ വാപ്പിനോടൊരു സങ്കടം. എൻ്റെ വാപ്പിയെ 1200 രൂപേൻ്റെ ചെരുപ്പിടാൻ പറ്റിയില്ലല്ലോ. സങ്കടം നിങ്ങളോട് കേട്ടപ്പം ഒരു മനസ്സമാധാനം. ബൈ ബൈ.